കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് മൊത്ത കച്ചവടക്കാർ കടം നൽകിയിരുന്നു എന്ന മൊഴി കൂടി വരുന്നുണ്ട്. സ്ഥിരമായി കഞ്ചാവ് വാങ്ങുന്നത് കൊണ്ട് തന്നെ കടമായി നൽകിയിരുന്നു. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് കച്ചവടം തുടങ്ങിയിട്ട് 6 മാസമാകുന്നു. കാണാതായ 2 കിലോ കഞ്ചാവിന് വേണ്ടിയും പോലീസിന്റെ തിരച്ചിൽ നടത്തുന്നുണ്ട്. മൊത്ത കച്ചവടക്കാരനായ അന്യസംസ്ഥാനക്കാരന് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമാണ്. സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. സഹിൻ, ഈ കളമശ്ശേരിയിൽ അതായത് കുറേ നാളുകളായി അവിടെ ഈ കച്ചവടമുണ്ട്, അതുകൊണ്ടാണ് ഈ കടം കൊടുത്തത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി എത്തിച്ചേരുകയാണ്. കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് കടക്കുന്നു. അന്യസംസ്ഥാനക്കാരന് വേണ്ടിയുള്ള തിരച്ചിൽ ഏതുവരെയായി? ഈ കസ്റ്റഡിയിലുള്ളവരുടെ കൂടുതൽ മൊഴി, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ണുകളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? നഷ്ടപ്പെട്ട 4 കിലോ ഉണ്ടെന്ന് പറയുന്നു, 2 കിലോ കണ്ടെടുത്തു, മറ്റ് 2 കിലോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ അന്വേഷണത്തിന്റെ പ്രോഗ്രസ്? എങ്ങനെയാണ്? പുതിയ കണ്ടെത്തലുകൾ വരുന്നുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ കണ്ടെത്തലുകളും ഒപ്പം തന്നെ മൊഴികളുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് കഞ്ചാവ് കടം കൊടുത്തിരുന്നു വിദ്യാർത്ഥികൾക്ക് മൊത്തക്കച്ചവടക്കാർ എന്നുള്ളതാണ് ഇന്നലെ പിടിയിലായ വിദ്യാർത്ഥിയുടെ മൊഴി. അനുരാജ് അയാൾ നൽകുന്ന മൊഴി അനുസരിച്ച് ഇത്തരത്തിൽ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരിൽ നിന്നും കടം വാങ്ങിയിരുന്നു. മാത്രമല്ല 6 മാസത്തിലധികമായി പോളിടെക്നിക് വഴിയുള്ള കഞ്ചാവ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ 4 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതിൽ 2 കിലോ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിൽ ശേഷിക്കുന്ന 2 കിലോ ഇവർ പുറത്തേക്ക് കച്ചവടം നടത്തിയെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു കണ്ടെത്തൽ. പക്ഷേ ഈ പ്രതികൾ പറയുന്നത് ഈ കഞ്ചാവ് ഈ പോളിടെക്നിക്കിൽ നിറയെ പോലീസുകാർ നിൽക്കുന്നത് കണ്ട് ഈ കഞ്ചാവ് വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ആ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ കഞ്ചാവ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് പുറത്തേക്ക് കച്ചവടം നടത്തി കാണുമെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. കൂടാതെ ഫീസ് അടക്കാൻ വെച്ചിരുന്ന കാശ് 16,000 രൂപ ഉൾപ്പെടെയാണ് ഈ അനുരാജ് കഞ്ചാവിനായി കൊടുത്തത്. ഇയാൾ ഇതിൽ പകുതി പണം അന്യസംസ്ഥാനക്കാരനായിട്ടുള്ള മൊത്തക്കച്ചവടക്കാരനും പകുതി പണം ശാലിക്കിൻ്റെ ഗൂഗിൾ പേയിലേക്ക് വിട്ടു നൽകി എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനവും ഒപ്പം തന്നെ കണ്ടെത്തലും പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴിയും. ഈ മൊഴിയെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി വിദ്യാർത്ഥികൾ ഈ ശൃംഖലയിൽ കണ്ണികളായിട്ടുണ്ട്. നേരത്തെ പിടിയിലായിരുന്ന SFI നേതാവാണ് മുറി ഒരുക്കി കൊടുത്തതെന്നുള്ള മൊഴിയെല്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യമെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൻ്റെ പങ്കാളികളായിരിക്കുന്നു. ഈ ഒരു മൊത്ത കച്ചവടത്തിലും ഒപ്പം തന്നെ ചില്ലറ വിൽപ്പനയിലും എല്ലാം പങ്കാളികളായിരിക്കുന്നു. ഇതൊരു കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു നഗരത്തിലേക്ക് മുഴുവൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൂടി പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സേതു.